ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇഷ ടെമ്പിളിൽ എത്തിയിട്ടോ. കാർ പാർക്കിംഗ് കുറച്ച് അകലെയാണ്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ഭഗവാന്റെ തൊട്ടരികിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ ആഘോഷമായിട്ട് നടക്കാണ് കേട്ടോ. അടിപൊളി ഒരു വൈബാണ് ഫ്രണ്ട്സ് ഇവിടെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ്. എത്ര ഹൈറ്റാ ഫ്രണ്ട്സ്, ഭഗവാനെ എന്തൊരു ഹൈറ്റിലാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇഷ ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ പോവാണ് കേട്ടോ. മുത്തൂസ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അമ്മാമ്മയും അച്ഛനും അവിടെ എത്തിയിട്ടോ. അപ്പൊ ഞങ്ങള് അകത്തേക്ക് കേറാൻ പോവാണേ. കൊറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട്. നമ്മള് കന്യാകുമാരിക്കൊക്കെ പോയ പോലെ അത്ര ഹൈറ്റിലില്ല അല്ലേ സ്റ്റെപ്പ്. മുത്തൂസ് ഇവിടെ ഡാൻസിലാണ്. ഇനി ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഷൂട്ട്. മുത്തോടി അവിടെ എത്തിട്ടോ ഫ്രണ്ട്സ്. മുത്തോടി കേറി. കൊറേ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ചുറ്റും ഇങ്ങനെ നടക്കാണ് കേട്ടോ. കാളവണ്ടിയാണ്. കാളവണ്ടിയിലെ ഇഷ ടെമ്പിളിന്റെ ചുറ്റും ഞങ്ങൾ വലം വെക്കാണ് കേട്ടോ. ടെമ്പിളിന്റെ ബാക്ക് വശാണിത്. നമ്മള് ചാനലിലൊന്നും കാണുന്ന പോലെ അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഒന്നല്ല കേട്ടോ ഫ്രണ്ട്സ്. നേരിട്ട് തന്നെ വരണം, എന്നാലാണ് ഇതിന്റെ ഒരു ഹൈറ്റില് ഒന്നും പറയാനില്ല ഫ്രണ്ട്സ്. വന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൂ. ഞങ്ങൾ ചുറ്റി ഫ്രണ്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ ചുറ്റി വലം വെച്ച് വന്നു കേട്ടോ. മുത്തൂസും അമ്മാമിയും ആദിയോഗി ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭഗവാന്റെ ചന്ദ്രകല നോക്കൂ ഫ്രണ്ട്സ്, അടിപൊളി. ഭഗവാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ചിരിയാണ് കേട്ടോ. ഇവിടെ പൂജയാണ് കേട്ടോ നടക്കുന്നത്. അതന്നെ, പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണിത്. മുത്തൂസ് ഇരിക്കുന്ന നോക്കൂ ഫ്രണ്ട്സ്, തപസ് ചെയ്യാനിരിക്കാണ്. ഇപ്പൊ സമയം 4:30 ആയിട്ടോ. അപ്പൊ ഞങ്ങൾ ആദിയോഗി ഭഗവാനെ വലം വെച്ച് വന്നു. ലേസർ ഷോ തുടങ്ങി കുറേ സമയമുണ്ട് കേട്ടോ. അപ്പം മുത്തൂസിന് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ കോഫി ഷോപ്പ് ഉള്ളത്. വടയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. നാട്ടിലെ വടേര പോലെ ആ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എങ്ങനെയുണ്ട് മുത്തൂസേ? മുത്തൂസിന് പൊതുവെ വട നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി വീണ്ടും പോവാണ്. അപ്പം നമുക്ക് പോവാം. ഇനി 7 മണി വരെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. അതിനിടയിൽ മുത്തൂസിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുകയാണ്. മുത്തൂസിന് കോൺ ടോപ്പ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ കോൺ ടോപ്പ് നോക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. കുറേ ഫ്ലേവർ ഐസ്ക്രീം ഉള്ളൊരു കട. അവിടുന്ന് മുത്തൂസ് 2 കോൺ ടോപ്പ് വാങ്ങിയിട്ടോ. ഒരെണ്ണം മുത്തൂസിനും ഒരെണ്ണം അമ്മയ്ക്കും. അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് നടക്കാണ് കേട്ടോ. 7 മണി വരെ സമയമുണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പൊ അത്രയും നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നു കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ മുത്തൂസിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കണം കേട്ടോ. ഇപ്പൊ ദേ പോപ്കോൺ ആയി കഴിക്കുന്നത്. 50 രൂപയാ. ഇപ്പൊ സമയം 5:30 കഴിഞ്ഞു കേട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, നേരത്തെ കണ്ട മല. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല പ്ലെയിൻ സ്ഥലമല്ലേ. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കഴിച്ചിരിക്കാനായിട്ട്. മുത്തൂസ് ദേ അത് കഴിഞ്ഞപ്പോൾ ദേ എന്താണിത്, മുളക് ബജ്ജി വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് മുത്തൂസ് പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞ് മുത്തൂസ് തന്നെ പോയി മുളക് ബജ്ജി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാനും മുത്തൂസും കഴിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ട് മുത്തൂസേ? മുത്തൂസ് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ മുത്തൂസേ. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ കഴിച്ചു നോക്കാണ്. അടിപൊളി, സൂപ്പറാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം സമയം 7 മണിയായി. ഞങ്ങൾ കാത്തിരുന്ന ലേസർ ഷോ തുടങ്ങാറായിട്ടോ ഫ്രണ്ട്സ്. ഇപ്പം ഇവിടെ നിറഞ്ഞു കേട്ടോ, നിറയെ ആളുകളാണ്. ഒട്ടും സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ആളുകൾ. 7 മണിയാവുമ്പോൾ ലേസർ ഷോ തുടങ്ങുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ സമയത്താണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ഏകദേശം ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ്, ഡാർക്കല്ല, ലൈറ്റ്
ബ്ലൂ ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ലേസർ ഷോ തുടങ്ങാറായി ഫ്രണ്ട്സ്. വാവ് ഓ നോക്കൂ ഫ്രണ്ട്സ്, ചന്ദ്രകല ലൈറ്റ് കത്തി വരുന്നേ. വാവ് അടിപൊളി ഫ്രണ്ട്സ്. ലേസർ ഷോ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പഴനിക്ക് പോവാണ് കേട്ടോ. നീ നിർഭാഗ്യവശാൽ ലേസർ ഷോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ ലേസർ ഷോ തുടങ്ങിയപ്പോൾ അത് കാണുന്ന ത്രില്ലിൽ ക്യാമറ കട്ടായി പോയത് അറിഞ്ഞില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പൊ സമയം രാത്രി 10 മണി കേട്ടോ. പഴനിക്ക് പോണ വഴി ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിർത്തി ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല വിശപ്പുണ്ട്. ലേസർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറേ ആയിട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ആകെ ടയേർഡായിട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ഒന്നും പറയുന്നില്ല. നല്ല വിശപ്പുണ്ട് കേട്ടോ. സമയം രാത്രി 10 മണി കഴിഞ്ഞല്ലോ. അപ്പൊ നല്ല ഉറക്കവും വരുന്നുണ്ട് മുത്തൂസിന്. അപ്പൊ ഞാനും അമ്മയും വെജിറ്റബിൾ റൈസ് ആണ് കേട്ടോ കഴിക്കുന്നത്. നാളെ പഴനിയിൽ തൊഴേണ്ടതല്ലേ. മുത്തൂസും ഏട്ടനും ചപ്പാത്തിയാണ് കേട്ടോ. കൂടെ പനീർ മസാല കറിയാണ് കഴിക്കുന്നത്. മുത്തൂസ് കഴിച്ചിട്ടില്ലല്ലോ പനീർ മസാല കറി. മുത്തൂസ് ആദ്യമായിട്ടാണ് കേട്ടോ പനീർ മസാല കറി കഴിക്കാൻ പോകുന്നത്. മുത്തൂസിന് ഞാൻ അത് റെഡിയാക്കി തരാം മുത്തൂസേ. ഫ്രണ്ട്സ് ഇപ്പൊ സമയം 11 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പഴനിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ കാറിൽ രാത്രി യാത്ര പോണത്. അതിൻ്റെ ഒരു എന്തോ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാൽ ചെറിയൊരു പേടിയും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒട്ടും അറിയാത്ത വഴി കൂടെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഡ്രൈവിംഗ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അറിയാത്ത വഴിയും കൂടിയല്ലേ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ നീണ്ട യാത്ര കഴിഞ്ഞ് 3 മണിയായി ഇപ്പോൾ പഴനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പോയി റൂം എടുത്ത് വന്നു. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. മുത്തൂസ് കാറിലിരുന്ന് ഉറങ്ങി ക്ഷീണിച്ച് എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. നന്നായി ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ആടി നടക്കുന്നത്. മുത്തൂസിന് നന്നായി ഉറക്കം വരുന്നുണ്ട് കേട്ടോ. വേഗം ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളെടുത്ത റൂം. 2 വലിയ ഡബിൾ കോട്ട് കട്ടിലുണ്ട് കേട്ടോ അതിൽ. പിന്നെ ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. ആകെ 2 മണിക്കൂറേ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. 3 മണി ആയില്ലേ. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ടേ. അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. കിടക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 5 മണി കേട്ടോ. ഞാൻ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തൂസ് കുളിച്ചിട്ടില്ല, എണീറ്റിട്ടില്ല. മുത്തൂസിനെ വിളിക്കാട്ടോ നമുക്ക്. അമ്മ കുളിക്കുകയാണ്, ഏട്ടൻ കുളിച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ മുത്തൂസിനെ വിളിക്കട്ടെ കേട്ടോ. മുത്തൂസേ, മുത്തേ ഡാ 5 മണി കഴിഞ്ഞു മുത്തേ. ഇപ്പോൾ എണീറ്റാലാണ് നമുക്ക്, എണീറ്റ് കുളിച്ചാലാണ് നമുക്ക് വേഗം 6 മണിയാകുമ്പോൾ മല കയറി തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് മുത്തേ, മുത്തൂസ എനിക്ക്. അപ്പം മുത്തൂസ എണിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ റെഡി ആയിട്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാണ്. ഇനി അമ്പലത്തിൽ പോയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പം നമുക്ക് പോവാം. രാവിലെ തന്നെ ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. മഴ അങ്ങനെ തന്നെ മാറി, അല്ലെങ്കിൽ പണിയായാലും ഫ്രണ്ട്സ്. ഞങ്ങളടുത്ത റൂമിൽ നിന്ന് കുറച്ചേ നടക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. വാവ്, അമ്പലത്തിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല ഫ്രണ്ട്സ്. 1 വർഷമായിട്ടുള്ളൂ കേട്ടോ ഈ റൂൾസ്. അപ്പം മല കയറി തൊഴുതിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഹായ്, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്ത് വന്നു. പിന്നെ ഞങ്ങൾ അരവണ പായസം വാങ്ങിച്ചോട്ടോ. അരവണ പായസം. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. അപ്പം നമുക്ക് ചുറ്റിക്കറങ്ങാം. ബാ. പഴനിമലയുടെ സ്റ്റെപ്പ് ഇറങ്ങി താഴെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളാണ് കേട്ടോ അത്. അതിനിടയിൽ ഒരു ചേട്ടൻ കൃഷ്ണൻ്റെ ഫോട്ടോ വിൽക്കാൻ വന്നു കേട്ടോ. നല്ല ക്യൂട്ട് ഉണ്ണിക്കണ്ണൻ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടക്കാണ് കേട്ടോ. ഈ ഒരു ചെറിയ അമ്പലത്തിൽ നോക്കൂ ഫ്രണ്ട്സ്, മയിലിൻ്റെ സ്റ്റാച്ചു, മയിലിൻ്റെ പ്രതിഷ്ഠ, മുരുക ഭഗവാന്റെ വാഹനമല്ലേ മയിൽ. അതിനിടയിലാണ് ഒരു ചേച്ചി പേരക്കായ വിൽക്കുന്നത് കണ്ടത് കേട്ടോ. 100 രൂപയ്ക്ക് കൊട്ട നിറയെ പേരക്കായ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാൻ നിന്നത്. പക്ഷെ കുട്ടയുടെ മുകളിൽ ഇല വെച്ച് അടച്ച് അതിന് മുകളിലാണ് കേട്ടോ പേരക്കായ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നൈസായിട്ടൊന്ന് പറ്റിക്കൽ. ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. എന്നാലും ഞങ്ങൾ പേരക്കായ വാങ്ങി. പേരക്കായ വിൽക്കുന്ന ചേച്ചി പറഞ്ഞ പൈസക്ക് തന്നെ ഞങ്ങൾ പേരക്കായ വാങ്ങിച്ചപ്പോൾ 2 പേരക്കായ എക്സ്ട്രാ തന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ പഴനിന്ന് തൊഴുത് വന്നു. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കണ്ട ഞാൻ ചിരട് വാങ്ങിച്ച്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം. ഇത് പുതിയ ചിരടാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അപ്പോൾ അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. കാർ കുറച്ച് നീക്കിയാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടുന്ന് കുറച്ച് പോയിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ കയറാണ് കേട്ടോ. ബൈ ബൈ.
ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ഫുഡ് കഴിച്ചിട്ടില്ല, എവിടെയെങ്കിലും ഹോട്ടൽ കണ്ടാൽ ഫുഡ് കഴിക്കണം. പോകുന്ന വഴി നിറയെ വിൻഡ്മില്ലാണ് കേട്ടോ. അതൊരു സൂപ്പർ കാഴ്ച തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ കേരളത്തിൽ കാണാത്ത കാഴ്ചയല്ലേ, അത് കാരണം അതിങ്ങനെ നോക്കി നിന്ന് പോകട്ടോ ഫ്രണ്ട്സ്. നല്ല കണ്ടോ കറങ്ങുന്നത്, എന്തൊരു ഹൈറ്റാണെന്നറിയോ ഫ്രണ്ട്സ് ഇതിന്. വിൻഡ്മിൽ പാടന്ന് തന്നെ പറയാം കേട്ടോ ഫ്രണ്ട്സ്. കുറേ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഇടയിൽ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയിട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വരുന്ന വഴി നല്ല ഹോട്ടലൊന്നും കണ്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. കരിക്ക് കുടിച്ചോ വിശപ്പ് ഒരുവിധം മാറുമല്ലോ. ഇത് ഇന്നലെ അങ്ങോട്ട് പോയ പോലെയായി ഫ്രണ്ട്സ്. നല്ല വിശന്നിട്ട് ലേറ്റ് ആയിട്ടല്ലേ ഇന്നലെ ഫുഡ് കഴിച്ചത്. അതുപോലെ തന്നെ കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അമ്മ അവിടെ കരിക്ക് അടിച്ച് കയറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി എപ്പോൾ വിശക്കോ എന്തോ. കരിക്ക് കുടിച്ചാലും ഞങ്ങളുടെ വിശപ്പ് ഫുള്ളും മാറിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഒരു ഹോട്ടൽ കണ്ട് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ മുത്തൂസ് പറയുക, ഇനി നമുക്ക് പാലക്കാട് ലുലുമാളിയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചാൽ മതി, എനിക്ക് വിശക്കുന്നൊന്നുമില്ലാന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പാലക്കാട് ലുലുമാളി കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ അമ്മയും ഇതുവരെ വൈമാളിയിലോ ലുലുമാളിയിലോ ഒന്നും കയറിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അമ്മയ്ക്കും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ പാലക്കാട് ലുലുമാളിയിൽ എത്തിയിട്ട് കാണാം. പാലക്കാട് എത്തി കുറേ ദൂരം പോന്നിട്ടും ലുലുമാൾ കാണുന്നില്ല കേട്ടോ. വിശപ്പിൻ്റെ മാക്സിമം എത്തി. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാനേ. അടിപൊളിയാ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ചിക്കൻ ബിരിയാണി, അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇനി ലുലുമാൾ കണ്ടെങ്കിൽ അവിടെ നിർത്തും. മിസ്സായോ എന്ന് അറിയില്ലേ ലുലുമാൾ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. ലുലുമാള് അപ്പം ലുലുമാള് മിസ്സായിട്ടില്ല ഫ്രണ്ട്സ്. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ലുലുമാൾ കണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറാണ് കേട്ടോ. അപ്പം പാലക്കാട് ലുലുമാൾ അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ പാലക്കാട് ലുലുമാളിൽ എത്തി. അപ്പം നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.